അതെ, കാന്തപുരമെന്ന ആ പണ്ഡിത തേജസ്സിക്കെതിരെ ഖുർആൻ പണ്ഡിതനെന്ന വേജാന കേരളത്തിന്റെ മണ്ണിൽ കുപ്രസിദ്ധി നേടിയ മിസ്റ്റർ ഖാസിമി മുത്തേടം സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരിക ശബ്ദവും സത്യത്തിന്റെ സമുന്നതമായ ആശയാദർശങ്ങളെ സധൈര്യം കൈരളിക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയും ചെയ്ത ആദർശവൈരികളുടെ കണ്ണിലെ കരടും ആദർശവിശ്വാസികളുടെ കരളിന്റെ തുടിപ്പും ആയിരക്കണക്കിന് അനാഥമക്കളുടെ ആശാകേന്ദ്രവും ആലംബഹീനരുടെ അത്താണിയുമായ ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ രാഷ്ട്രീയക്കാരുടെ ആലയിൽ പിടിച്ചുകെട്ടാൻ മിസ്റ്റർ ഖാസിമി ശ്രമിക്കുന്നതോ നിങ്ങളൊന്ന് കാണുക. ആഗോളതലത്തിൽ ഇസ്ലാമും കമ്മ്യൂണിസവും കൈകോർക്കുകയാണ് എന്ന് ചുവപ്പ് കുപ്പായത്തിന്റെ മുകളിൽ വെളുത്ത മേലയങ്കി അണിഞ്ഞ കുറഞ്ഞ പണ്ഡിതന്മാർ ഇന്ന് വിളിച്ചുപോവാൻ തുടങ്ങിയിരിക്കും. അവരെ പിടിച്ചുകെട്ടേണ്ടത് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ നിയോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരെ പിടിച്ചുകെട്ടുക തന്നെ ചെയ്യും. അവരെ പിടിച്ചുകെട്ടുകയില്ലെന്നൊന്നും അവർ വിചാരിക്കേണ്ട. അവരെ പിടിച്ചുകെട്ടുക തന്നെ ചെയ്യും. നമ്മുടെ അണ്ണാക്കിന്റെ മുകളിൽ നാവ് എന്നൊരു സാധനം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് അവരെ നമ്മൾ ആ ചുവപ്പ് കുപ്പായത്തിന്റെ മുകളിൽ വെള്ള മേലങ്കി അണിഞ്ഞവരെ നമ്മൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവരെ നമ്മൾ പിടിച്ചു കെട്ടിയിരിക്കും. തീർച്ചയായും അവരെ നമ്മൾ കെട്ടിയിരിക്കും. അതിനൊന്നും ആരും ഒന്നും വിചാരിക്കണ്ട. അത് നടന്നേ പോകൂ. മുനസ്സിലുൽ കിതാബായ റബ്ബാണ്, മുർസിലു മുഹമ്മദായ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബാണ്. അവരെ നമ്മൾ പിടിച്ചു കെട്ടും. അപ്പൊ ഇന്നതിന്റെ ഒന്നാമത്തെ തലയിൽ ഒരു ചൊട്ട് കൊടുക്കാൻ പോവുകയാണ് ഞാൻ. ബാക്കിയുള്ള പണികൾ വരും ദിവസങ്ങളിൽ ചെയ്യും. ആഗോള ഇസ്ലാമും ആഗോള കമ്മ്യൂണിസം അവരെന്ത് ഇസ്ലാം അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവണില്ല. അങ്ങനെ ഇസ്ലാമിനെയും കമ്മ്യൂണിസത്തെയും കൈകോർക്കുന്ന ഒരു പ്രവർത്തനം സഖാവ് AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നടക്കുകയുണ്ടായി. അപ്പൊ അതിനുള്ള അങ്ങനെ പറയുന്നതിൽ അക്ഷരാർത്ഥത്തിൽ സഖാവ് എന്ന് പറഞ്ഞത് കുറച്ച് കൂടിയൊന്ന് ചിന്തിക്കേണ്ട, അതിന്റെ അപ്പുറം പറയാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇസ്ലാമും കമ്മ്യൂണിസവും കൈകോർക്കുകയാണെന്ന് പറയുമ്പോൾ അവരുടെ ഇസ്ലാം മെറ്റീരിയലിസമാണെന്ന് മനസ്സിലാക്കാം. കാരണം കമ്മ്യൂണിസത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് മെറ്റീരിയലിസമാണ്. സഖാവ് AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നടക്കുകയുണ്ടായി. അപ്പൊ അതിനുള്ള അങ്ങനെ പറയുന്നതിൽ അക്ഷരാർത്ഥത്തിൽ സഖാവ് എന്ന് പറഞ്ഞത് കുറച്ച് കൂടിയൊന്ന് ചിന്തിക്കേണ്ട, അതിന്റെ അപ്പുറം പറയാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സഖാവ് AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നടക്കുകയുണ്ടായി. അപ്പൊ അതിനുള്ള അങ്ങനെ പറയുന്നതിൽ അക്ഷരാർത്ഥത്തിൽ സഖാവ് എന്ന് പറഞ്ഞത് കുറച്ച് കൂടിയൊന്ന് ചിന്തിക്കേണ്ട, അതിന്റെ അപ്പുറം പറയാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സഖാവ് AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നടക്കുകയുണ്ടായി. അപ്പൊ അതിനുള്ള അങ്ങനെ പറയുന്നതിൽ അക്ഷരാർത്ഥത്തിൽ സഖാവ് എന്ന് പറഞ്ഞത് കുറച്ച് കൂടിയൊന്ന് ചിന്തിക്കേണ്ട, അതിന്റെ അപ്പുറം പറയാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സഖാവ് AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നടക്കുകയുണ്ടായി. അപ്പൊ അതിനുള്ള അങ്ങനെ പറയുന്നതിൽ അക്ഷരാർത്ഥത്തിൽ സഖാവ് എന്ന് പറഞ്ഞത് കുറച്ച് കൂടിയൊന്ന് ചിന്തിക്കേണ്ട, അതിന്റെ അപ്പുറം പറയാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സഖാവ് AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നടക്കുകയുണ്ടായി. അപ്പൊ അതിനുള്ള അങ്ങനെ പറയുന്നതിൽ അക്ഷരാർത്ഥത്തിൽ സഖാവ് എന്ന് പറഞ്ഞത് കുറച്ച് കൂടിയൊന്ന് ചിന്തിക്കേണ്ട, അതിന്റെ അപ്പുറം പറയാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സഖാവ് AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നടക്കുകയുണ്ടായി. അപ്പൊ അതിനുള്ള അങ്ങനെ പറയുന്നതിൽ അക്ഷരാർത്ഥത്തിൽ സഖാവ് എന്ന് പറഞ്ഞത് കുറച്ച് കൂടിയൊന്ന് ചിന്തിക്കേണ്ട, അതിന്റെ അപ്പുറം പറയാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്റെ പ്രിയപ്പെട്ടവർ, ഖുർആനിക്ക് മെന്റലായി പ്രസംഗിക്കുന്ന ഒരു വായാടിയെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, കാന്തപുരത്തെ സഖാവ് എന്ന് വിളിക്കാൻ അവൻ ഖുർആനിന്റെ ആയത്തുകൾ ഓതുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഫ്ലക്സ് മൗലവിയോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ചുണക്കുട്ടികൾക്ക് നിങ്ങളെ ഐക്യമോ നിങ്ങളെ ഒത്താശയോ വേണ്ടതില്ല. എണ്ണണമെങ്കിൽ എണ്ണിക്കോ, ഇത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പടയാളികളാണ്. എണ്ണണമെങ്കിൽ എണ്ണിക്കോ, ഇത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പടയാളികളാണ്. എണ്ണണമെങ്കിൽ എണ്ണിക്കോ, ഇത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പടയാളികൾ.